കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം രക്തസാക്ഷിത്വങ്ങളുടെയും പ്രത്യയശാസ്ത്ര പോരാട്ടങ്ങളുടെയും കഥയാണ്. ചെങ്കോട്ടകളിൽ വിള്ളലുകൾ വീഴ്ത്തിയ വിമത സ്വരങ്ങളും അതിനെ തുടർന്നുണ്ടായ ചോര പുരണ്ട ചരിത്രവും പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനം നേരിടുന്ന വെല്ലുവിളികൾ വ്യക്തമാകും. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ ഒരു അഭിപ്രായം വളരെ പ്രസക്തമാണ്. ഇടതുപക്ഷം കേരളത്തിൽ ഉണ്ടാകണം. അത് മറ്റു മതേതര ശക്തികൾക്കെതിരെയുള്ള ഒരു സമരമുഖമാണ്. അതില്ലാതാകുന്നത് കേരളത്തിൽ നിന്നല്ല, ലോകത്തിന് തന്നെ വിപത്താണ്. നാം ചിന്തിക്കേണ്ടത് കോർപ്പറേറ്റ് ബിസിനസ് പോലെ രാഷ്ട്രീയത്തെ കണ്ട 10 വർഷം അടിസ്ഥാന വികസന മേഖലയിൽ ധാരാളം വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഏതൊരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഒരുപാട് വികസന നേട്ടങ്ങൾ ഉണ്ടെങ്കിലും ജനങ്ങളുടെ ഇടയിൽ നിന്നും ഒരു കോർപ്പറേറ്റ് മുതലാളിയുടെ അടുത്തേക്ക് സാധാരണക്കാരൻ എങ്ങനെ ചെല്ലും എന്നുള്ള ചിന്ത പോലെ ഈ 10 വർഷക്കാലം ജനങ്ങൾ നേതാക്കളിൽ നിന്ന് അകന്നു. ഒരുപക്ഷെ നേതാക്കളിൽ നിന്ന് ജനങ്ങൾ അകലുമ്പോൾ സന്ദേശം എന്ന സിനിമയുടെ ഒരു ഡയലോഗുണ്ട്. പണ്ട് കല്യാണ വീടുകളിൽ നമ്മുടെ പാർട്ടിക്കാർ ചെന്ന് വിറക് കീറി കൊടുക്കും, വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിൽ ഒന്നാമതായി നിൽക്കും. ഇന്ന് നമ്മൾ അവിടേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ പരാജയത്തിൻ്റെ ഒരു കാരണം അതാണ്. നമുക്ക് അടിത്തറ നഷ്ടപ്പെട്ടു. ഈ ഒരു പ്രസക്തമായ ഭാഗം തന്നെയാണ് ഈ വീഡിയോയിലൂടെയും ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ചന്ദ്രശേഖരൻ്റെ വധമാണ് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു ചോദ്യചിഹ്നമായത്. ആ വധത്തിന് ശേഷം അതിൽ കൊലപാതകത്തിൽ പങ്കെടുത്ത ആളുകളെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പരോളിന് വിടുകയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് വിവാദങ്ങൾ നാം കണ്ടതാണ്. അതിനെ പാർട്ടിയുടെ ഒത്താശകളും നമ്മൾ കണ്ടതാണ്. ഇതൊന്നും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാനാവുന്നതല്ല. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ രക്തസാക്ഷിത്വം വഹിച്ചിട്ടുള്ള ഒരു പാർട്ടി എന്ന രീതിയിൽ ഇടതുപക്ഷത്തെ നമുക്ക് ഉയർത്തിക്കാട്ടാൻ സാധിക്കും. 2K കിഡ്സും ജെൻസികളും വാഴുന്ന ഈ നാട്ടിൽ പഴയ കഥകൾക്ക് ഒരു പ്രാധാന്യവുമില്ല. നാം വിചിന്തനം ചെയ്യേണ്ട സമയമായിരിക്കുന്നു. CPM-ന്റെ കരുത്തനായ സംഘാടകനും ഓഞ്ചിയത്തെ സാധാരണക്കാരുടെ പ്രിയങ്കരനുമായിരുന്നു TP ചന്ദ്രശേഖരൻ. പാർട്ടിയുടെ നയപരമായ വ്യതിയാനങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ അദ്ദേഹം 2009 പാർട്ടിക്ക് പുറത്തുപോയി. റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി RMP അങ്ങനെ രൂപീകൃതമായി. കേരള രാഷ്ട്രീയത്തിലെ ഒരു പുതിയ തുടക്കവുമായിരുന്നു അത്. 2012 മെയ് 4-ന് രാത്രി 10 മണിയോടെ വടകര വള്ളിക്കാട് വെച്ചാണ് കേരളത്തെ നടുക്കിയ ആ കൊലപാതകം നടന്നത്. മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന ചന്ദ്രശേഖരനെ ബോംബെറിഞ്ഞ് വീഴ്ത്തിയതിനു ശേഷം ഒരു കൊട്ടേഷൻ സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ കേരളം ഞെട്ടി. TPയുടെ ശരീരത്തിൽ 51 വെട്ടുകൾ. ഈ അടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് നിയുക്തനായ വ്യക്തിയുടെ കഷ്ടപ്പാടിനെ പറ്റി വിശദീകരിക്കുകയുണ്ടായി. 51 വെട്ട് എന്ന് പറയുമ്പോൾ ആ മുഖം തുന്നിക്കെട്ടുവാനും മുറിഞ്ഞ ഭാഗങ്ങൾ തുന്നിക്കെട്ടാൻ മണിക്കൂറുകൾ എടുത്തു എന്നാണ് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്ത ആള്. ഈ മുഖം തിരിച്ചറിയാനാവാത്ത പോലെ ചന്ദ്രശേഖരന്റെ അമ്മയുടെ നിലവിളി കേരളം കേട്ടതാണ്. എന്റെ മകനെ എന്തിനു കൊന്നു എന്നുള്ളത്. വിയോജിക്കുന്ന ശബ്ദങ്ങളെ എത്രത്തോളം ക്രൂരമായി നിശബ്ദമാക്കാം എന്നതിന്റെ ഭീകരമായ ഒരു തെളിവായിരുന്നു. രാഷ്ട്രീയമായ ഒരു വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു മനുഷ്യനെ ഇത്രയധികം വെട്ടി വികൃതമാക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയായിരുന്നു. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ തന്നെയാണ് കുലംകുത്തി പരാമർശവും അതുപോലെ VS-ന്റെ മറ്റൊരു നിലപാടും. TPയുടെ മരണശേഷം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത അന്നത്തെ CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ TPയെ വിശേഷിപ്പിച്ചത് കൊലംകുത്തിയൻ തന്നെയാണ്. കൊലംകുത്തി എന്ന വാക്കാണ് പാർട്ടി വിട്ടുപോകുന്നവർക്ക് മാപ്പില്ലെന്ന സന്ദേശവുമാണ് ഇതിലൂടെ നൽകപ്പെട്ടതും. എന്നാൽ ഇതിന് വിരുദ്ധമായിട്ടാണ് മുതിർന്ന നേതാവായിരുന്ന VS അച്യുതാനന്ദൻ ഈ TPയുടെ വധത്തെ കണ്ടത്. ആ വധം നടന്ന വീട്ടിലേക്ക് നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് VS ഓഞ്ചിയത്തെ TPയുടെ വീട്ടിലെത്തുകയും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. TP ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് VS അന്നാണ് ഈ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞത്. 2026 തെരഞ്ഞെടുപ്പിൽ നാം കാണേണ്ടത് ഇങ്ങനെ ചോദ്യം ചെയ്ത് പുറത്തു വരികയും ജനകീയമായ അടിത്തറയിലൂടെ വിജയം കൊയ്യുകയും ചെയ്ത 3 പ്രമുഖ നേതാക്കളെയാണ്. അവർ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട്. G. സുധാകരൻ പാർട്ടിയുടെ മുതിർന്ന ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിനെതിരെ തരം താഴ്ത്തലും അവസാനം അദ്ദേഹം പാർട്ടിയുടെ അംഗത്വം പുതുക്കാതായി. ഒരു പാർട്ടി പരിപാടികൾക്ക് വിളിക്കാതെ അദ്ദേഹത്തെ മാറ്റി നിർത്തിയപ്പോൾ അദ്ദേഹം പ്രതിരോധിച്ചു. CPM-ന്റെ കരുത്തറ്റ മുഖമായിരുന്നു G. സുധാകരൻ. എന്നാൽ പാർട്ടിയുടെ ചില പ്രാദേശിക തീരുമാനങ്ങളോട് വിയോജിപ്പുണ്ടായി. ആ വിയോജിപ്പുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അദ്ദേഹം വിമതനായി കൊലംകുത്തിയായി. അങ്ങനെ അമ്പലപ്പുഴയുടെ മണ്ണിൽ കോൺഗ്രസിന്റെ കൂടിയും സപ്പോർട്ടോടുകൂടി അദ്ദേഹം സ്ഥാനാർത്ഥിയായി. അങ്ങനെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ അതിദയനീയമായി തോൽപ്പിച്ചുകൊണ്ട് G. സുധാകരൻ വിജയിച്ചു കയറി. കേരള രാഷ്ട്രീയത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ഈ വിജയം ഈ കൊലംകുത്തികളുടെ
വൻ വിജയമായി തീർത്തു. ഒരു കേഡർ പാർട്ടിക്ക് മുകളിൽ വ്യക്തിപരമായ സ്വാധീനവും വികസന കാഴ്ചപ്പാടുകളും എങ്ങനെ വിജയിക്കും? ഒരാളുടെ കയ്യിൽ നിന്നും കൈമണി വാങ്ങിക്കാത്ത സംശുദ്ധമായ കരങ്ങളായിരുന്നു അദ്ദേഹത്തിന്. അതുതന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസവും. നല്ല രീതിയിൽ മുസ്ലിം വോട്ടുകളുള്ള അമ്പലപ്പുഴയിൽ അദ്ദേഹം വലിയ രീതിയിൽ വിജയിച്ചു കയറുകയും ചെയ്തു. പിന്നെ നമ്മൾ കണ്ടത് PV കുഞ്ഞികൃഷ്ണനെയാണ്. പയ്യന്നൂരിലെ വലിയ കരുത്താണ് PV കുഞ്ഞികൃഷ്ണൻ. പാർട്ടിയുടെ അച്ചടക്കത്തിന്റെ പേരിൽ കണ്ണൂരിൽ നിന്ന് P കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ഒരു വെല്ലുവിളി സമാനതകളില്ലാത്തായിരുന്നു. പയ്യന്നൂർ പാർട്ടി ഗ്രാമങ്ങളിൽ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യുക എന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാലത്ത് അദ്ദേഹം വിമതനായി ജയിച്ചു കയറി. സാധാരണക്കാരായ പ്രവർത്തകർക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം വോട്ടുകളായി മാറിയപ്പോൾ വീണത് പാർട്ടിയുടെ അപ്രമാദിത്വമാണ് ഇത് തെളിയിക്കുന്നത്. ഇങ്ങനെ തെക്കും വടക്കും എല്ലാം നിരന്തരമായി പാർട്ടിയോട് ചോദ്യം ചെയ്തിരുന്ന, പാർട്ടിയോട് കൂറു പുലർത്തിയിരുന്ന, തികഞ്ഞ രാഷ്ട്രീയ ബോധ്യമുള്ള ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ആളുകൾ പാർട്ടി വിട്ടുപോകുമ്പോൾ അവരെ കുലംകുത്തികളൊന്നും പരിഹസിക്കുകയും കൂക്കി വിളിക്കുകയും ചെയ്തുകൊണ്ട് CPM കോട്ടയായ തളിപ്പറമ്പിൽ നിന്ന് പുറത്തു വന്ന് പാർട്ടിയെ തോൽപ്പിച്ച അടുത്ത ഒരു വിപ്ലവകാരിയാണ് TK ഗോവിന്ദൻ. ഒരു വലിയ രാഷ്ട്രീയ സന്ദേശമാണ് അദ്ദേഹവും നൽകിയത്. പാർട്ടിയുടെ നയപരമായ വ്യതിയാനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ അദ്ദേഹം ജനങ്ങൾ നൽകിയ പിന്തുണ നേതൃത്വത്തെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇവർ മൂവർ സംഘം തെളിയിച്ചത് സംഘടനയേക്കാൾ വലുതാണ് ജനങ്ങളുമായുള്ള ബന്ധമെന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ മായ്ക്കാൻ കഴിയാത്ത അധ്യായമായി ഈ വിമത വിജയങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. TP വധക്കേസും കുലകുത്തി വിളിയിലൂടെയുള്ള പുറത്താക്കലുകളും ആധുനിക ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുണ്ടായ അപചയത്തിന്റെ കൃത്യമായ സൂചനകളാണ്. ജനാധിപത്യപരമായ സംവാദങ്ങൾക്കും തിരുത്തലുകൾക്കും പകരം ആയുധവും അപരവൽക്കരണവും ഉപയോഗിക്കുന്നത് ഒരു മതേതര പ്രസ്ഥാനത്തിന് ചേർന്നതല്ല. ഈ അപചയം കാരണം കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്നു എന്ന വികാരം പല കോണുകളിൽ നിന്നും പല സാധാരണ സഖാക്കളിൽ നിന്നും ഉയരുന്നുണ്ട്. എന്നാൽ ഈ അപജയങ്ങൾക്കിടയിലും കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തിന് വലിയൊരു പങ്ക് വഹിക്കാനുമുണ്ട്. വർഗീയതയുടെ വിഷത്തിനെതിരെയുള്ള കവചമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഇവിടെ തിരിച്ചടി നേരിടുകയോ പ്രസക്തി നഷ്ടപ്പെടുകയോ ചെയ്താൽ ആ വിടവ് നികത്താൻ കാത്തിരിക്കുന്നത് അപകടകാരികളായ വർഗീയ ശക്തികളാണ് എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ AK ആന്റണിയുടെ പ്രസ്താവന വളരെ അർത്ഥവത്താണ്. മതേതരത്തിന്റെ മുഖംമൂടി ഇട്ട പല മതശക്തികളും തങ്ങളുടെ വിഷം ചീറ്റാൻ അവസരം കാത്തിരിക്കുന്ന ഈ കാലത്ത് രാഷ്ട്രീയ കക്ഷികൾ കേരളത്തിൽ കാലുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, ഇവിടുത്തെ സൗഹാർദ്ദം, മതസൗഹാർദ്ദം തകർക്കുവാനുള്ള വഴി അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ജാതീയ മതശക്തികളുടെ കടന്നുകയറ്റം തടയാനായി ഇടതുപക്ഷം ദുർബലമായാൽ വിവിധ ജാതീയ മത സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളായി ഇവിടെ അവരോധിക്കപ്പെടും എന്നുള്ളത് ഒരു തികഞ്ഞ യാഥാർത്ഥ്യമാണ്. ഇന്നുവരെ കാത്തുസൂക്ഷിച്ച മതേതരത്വ മൂല്യങ്ങളെയും സാമൂഹിക ഐക്യത്തെയും തകർക്കുമെന്നുള്ളത് ഏതു ചിന്തിക്കുന്ന മനുഷ്യന് മനസ്സിലാവുന്ന കാര്യമാണ്. അന്ധവിശ്വാസങ്ങളെയും അതുപോലെ വർഗീയ വിദ്വേഷത്തെയും പടർത്തുന്ന ഇത്തരത്തിലുള്ള ശക്തികൾക്ക് തടയിടാൻ ശക്തമായ ഒരു ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. TP ചന്ദ്രശേഖരന്റെ 51 വെട്ടുകളും പാർട്ടിയെ ഞെട്ടിച്ച വിമതരുടെ വിജയങ്ങളും ഇടതുപക്ഷത്തിന് നൽകുന്നത് വലിയൊരു പാഠമാണ്.